എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഇലയടയുടെ റെസിപ്പിയാണ് ചെയ്യുന്നത്. നമ്മൾ ഈ ഒരു അടയ്ക്ക് ഒഴിച്ചിടാമെന്നാണ് പറയുന്നത്. ഈ ഒരു അട നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന അടയിൽ നിന്നും കുറച്ചൊന്ന് വ്യത്യാസപ്പെടുത്തിയിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ മാവ് നന്നായിട്ടൊന്ന് കലക്കിയിട്ട് കോരി ഒഴിച്ചിട്ടാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ഈസിയാണ് ഇത് റെഡിയാക്കി എടുക്കാനും. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു അട റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്കിതിലേക്കൊരു ഫില്ലിങ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ ഒരു തേങ്ങ ചിരകിയത് ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടില്ല. ഒരു തേങ്ങയുടെ ഒരു 1/4 ഭാഗത്തോളം തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണമെങ്കിൽ നമുക്ക് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഞാൻ ഇതിലേക്കൊരു 4 ടേബിൾ സ്പൂൺ ശർക്കര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മുടെ ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഒരു 1.5 കപ്പ് വറുത്ത അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ പത്തിരിക്കും അതുപോലെ ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിച്ച് വേണം ഒഴിച്ചു കൊടുക്കാൻ. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്താൽ മതി. നമ്മളിത് മിക്സാക്കുമ്പോൾ വെള്ളം കൂടിപ്പോകാൻ പാടില്ല. അങ്ങനെ വരുമ്പോൾ നമ്മളിത് പരത്തുന്ന സമയത്ത് ഒലിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ ഒരു 1.25 കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 1.5 കപ്പ് പൊടിക്ക് ഏകദേശം 1.25 കപ്പോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാകത്തിനാണ് നമ്മുടെ ബാറ്റർ കിട്ടേണ്ടത്. കുറേ ലൂസാവാൻ പാടില്ല. അത്യാവശ്യം ഒരു തിക്കായിട്ട് വേണം കിട്ടാൻ. ഇനി ഞാനിവിടെ ഒരു വാഴയില എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വാഴയില ഞാൻ നന്നായിട്ട് കഴുകിയതിന് ശേഷം അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. അങ്ങനെ ചെയ്യുമ്പം നമ്മളിത് മടക്കണ സമയത്തൊക്കെ ഒട്ടും പൊട്ടിപ്പോകാതെ കിട്ടും. ഇനി നമ്മളിപ്പോൾ കലക്കി വെച്ചിട്ടുള്ള മാവ് ഒരു തവി എടുത്തിട്ട് ഇലയിൽ ഇതുപോലെ നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം. പിന്നെ നമ്മൾ പരത്തുമ്പം ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ തന്നെ പരത്തിയെടുക്കണമെന്നൊന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ സ്ക്വയർ ഷേപ്പിൽ ഇതുപോലെ പരത്തിയെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ മാവ് നമ്മുടെ ഈ ഇലയുടെ 4 സൈഡിലേക്കും അധികം പോകാതെ ശ്രദ്ധിച്ച് വേണം പരത്തിയെടുക്കാൻ. കാരണം നമ്മളിത് പിന്നീട് മടക്കിയൊക്കെ എടുക്കുന്നതാണ്. ഇനി നമുക്കിതിൻ്റെ ഒരു സൈഡിലായിട്ട് ആവശ്യത്തിനനുസരിച്ച് ഫില്ലിങ് വെച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ ഫില്ലിങ് തയ്യാറാക്കുമ്പം ഇതിൽ വേണമെങ്കിൽ ജീരകത്തിൻ്റെ പൊടി അതുപോലെ ഏലക്കാപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ ആ ഫ്രണ്ട് വശത്തു നിന്ന് ഇതുപോലെ ചെറുതായിട്ടൊന്ന് മടക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ 2 സൈഡും ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ നമ്മുടെ അട റെഡിയാക്കി എടുക്കേണ്ടത്. ഇനി നമുക്ക് ഇതൊന്ന് ആവി കയറ്റാനായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ വെക്കുമ്പം ഇത് കമത്തി വേണം വെച്ച് കൊടുക്കാൻ. ഇതിന് നമുക്ക് തീ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 10 മിനിറ്റ് മുതൽ 12 മിനിറ്റ് വരെ ആവി കയറ്റിയെടുക്കണം. ഇനി ഞാൻ അടുത്ത ഒരെണ്ണം കൂടെ റെഡിയാക്കി കാണിക്കാം. ആദ്യം നമുക്ക് മാവ് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം. ഇനി നമ്മുടെ ഫില്ലിങ് വെച്ച് കൊടുക്കാം. പിന്നെ ഫില്ലിങ് നമുക്ക് ശർക്കരയ്ക്ക് പകരം വേണമെങ്കിൽ പഞ്ചസാരയും വെച്ചിട്ട് റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ ഫ്രണ്ട് വശം ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. അതുപോലെ 2 സൈഡും നന്നായിട്ടൊന്ന് മടക്കി കൊടുക്കാം. ഇപ്പോൾ ഒരു 12 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇലയുടെയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഞാനിപ്പോൾ തീ ഓഫ് ചെയ്യുകയാണ്. ഇതിനി നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ എല്ലാ അടയും ഞാനൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈ ഒരു അളവിന് ഒരു 8 എണ്ണം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അടയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ
നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ഇലയടേനെക്കാട്ടും കുറേയും കൂടെ സോഫ്റ്റാണ് നമ്മുടെ ഈ ഒരു അട. ഇനി ഞാൻ ഇതിലൊരെണ്ണം ഒന്ന് കട്ട് ചെയ്ത് കാണിക്കാം. അപ്പോൾ നമ്മുടെ ഒഴിച്ചട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരനെ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നവരെ